സന്നിധി മതി എൻ ദൈവമേ, നിൻ സാന്നിധ്യം മതി ഈ ഏഴയ്ക്ക്. നിൻ ദിവ്യകൃപകളാ ജീവിപ്പാൻ നിന്നാത്മശക്തി പകരൂ നാഥാ. നിന്നാശിഷം ചൊരിയുക എന്നിൽ, നിന്നാശിഷം ചൊരിയുക എന്നിൽ. കേൾപ്പിക്കുക നിൻ സ്വർഗീയനാദം. സ്വർഗീയനാദം ശ്രവിക്കുന്ന എല്ലാ മാന്യ സ്നേഹിതർക്കും പ്രഭാത വന്ദനങ്ങൾ അറിയിക്കുന്നു. ഈ പുതിയ പ്രഭാതം കാണുവാൻ ദൈവം നമ്മുടെ ആയുസ്സിനെ ദീർഘമാക്കി തന്നതിനായി ദൈവത്തിന് നന്ദി പറയാം. ഇന്നത്തെ ദിവസം എല്ലാവർക്കും അനുഗ്രഹമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്കറിയാം, ലോകം മുഴുവനുള്ള സകല ജീവജാലങ്ങൾക്കുമുള്ള ഭക്ഷണം ഒരുക്കുന്നത് പച്ച സസ്യത്തിലാണ്. ഈ ഭൂമുഖത്ത് കാണുന്ന സകല പച്ച സസ്യങ്ങളുടെയും പച്ചിലകൾ വാസ്തവത്തിൽ എണ്ണിക്കൂടാനാവാത്ത അസംഖ്യം ഫാക്ടറികളാണ് എന്ന് പറയുന്നതിൽ യാതൊരു അതിശയോക്തിയുമില്ല. ഈ ലോകത്തിലെ സകല ജീവജാലങ്ങൾക്കുമുള്ള ഭക്ഷണം ഒരുക്കപ്പെടുന്നത് ഈ പച്ചിലകളിലാണ്. ആ പ്രവർത്തനത്തെ നാം പ്രകാശ സംശ്ലേഷണം എന്ന് മലയാളത്തിൽ വിളിക്കുന്നു. ഇംഗ്ലീഷിൽ അതിന് ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്നു. ഭൂമിയിൽ നിന്ന് സസ്യങ്ങളുടെ വേരുകൾ വലിച്ചെടുക്കുന്ന ജലവും ലവണങ്ങളും സൈലം എന്ന് പറയുന്ന പ്രത്യേക കലകളിലൂടെ പച്ചിലകളിലേക്ക് എത്തിച്ചേരുന്നു. സൂര്യപ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിൽ അവിടെ വെച്ച് നടക്കുന്ന അതിസങ്കീർണമായ രാസപ്രവർത്തനങ്ങൾക്ക് ശേഷം ഉണ്ടായി വരുന്ന ഷുഗർ മോളിക്യൂൾസ്, അതുപോലെ തന്നെ പ്രോട്ടീനുകൾ, മറ്റ് വിവിധ ഓർഗാനിക് മോളിക്യൂൾസ്, ഇതെല്ലാം ഫ്ലോയം എന്ന് പറയുന്ന സസ്യകലകളിലൂടെ ചില സസ്യങ്ങളുടെ വേരിലേക്കും മറ്റ് ചില സസ്യങ്ങളുടെ മറ്റു ഭാഗങ്ങളിലേക്കും കായ്കനികളായി രൂപപ്പെടത്തക്ക നിലയിൽ നിക്ഷേപിക്കപ്പെടുന്നു. ഈ കായ്കനികളും ഫലമൂലാദികളുമാണ് വാസ്തവത്തിൽ ലോകത്തിൻ്റെ ഭക്ഷണമായി തീരുന്നത്. അതുകൊണ്ട് ലോകത്തെ മുഴുവൻ പോഷിപ്പിക്കുന്നത് ഈ പച്ച സസ്യങ്ങൾ തന്നെയാണ്. വിശുദ്ധ വേദപുസ്തകം ഈ കാര്യത്തെ വളരെ സ്പഷ്ടമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളത് സംശയാതീതമായ കാര്യമാണ്. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 30-ാം വാക്യം ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: ഭൂമിയിലെ സകല മൃഗങ്ങൾക്കും ആകാശത്തിലെ എല്ലാ പറവകൾക്കും ഭൂമിയിൽ ചരിക്കുന്ന സകല ഭൂചര ജന്തുക്കൾക്കും ആഹാരമായിട്ട് പച്ച സസ്യമൊക്കെയും ഞാൻ കൊടുത്തിരിക്കുന്നു എന്ന് ദൈവം കൽപ്പിച്ചു. അങ്ങനെ സംഭവിച്ചു. ഉൽപ്പത്തി പുസ്തകം 9-ാം അധ്യായം 3-ാം വാക്യത്തിലും ഇതേ കാര്യം തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിങ്ങനെയാണ്: ഭൂചര ജന്തുക്കളൊക്കെയും നിങ്ങൾക്ക് ആഹാരമായിരിക്കട്ടെ, പച്ച സസ്യം പോലെ ഞാൻ സകലവും നിങ്ങൾക്ക് തന്നിരിക്കുന്നു. ഈ രണ്ട് വേദഭാഗങ്ങളിലും പച്ച സസ്യത്തെ സംബന്ധിച്ച് എഴുതിയിരിക്കുന്നു. ശാസ്ത്രം ഈ പച്ച സസ്യത്തെ കണ്ടെത്തിയതിന് വളരെ കാലം മുൻപ് തന്നെ വിശുദ്ധ തിരുവെഴുത്തിൽ ഈ ശാസ്ത്രീയമായ തത്വത്തെ ദൈവാത്മാവിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളത് വാസ്തവത്തിൽ അത്ഭുതകരമായ ഒരു കാര്യമാണ്. ഉൽപ്പത്തി പുസ്തകത്തിൽ നാം കാണുന്നത് ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് മുൻപ് തന്നെ അവന് ആവശ്യമുള്ള സകല കാര്യങ്ങളും സൃഷ്ടിച്ചിരുന്നു. അവന് പാർക്കുവാനുള്ളതായ ഇടം, അവൻ കഴിക്കുവാനുള്ളതായ കാര്യങ്ങൾ, അവൻ്റെ മറ്റാവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും ദൈവം ക്രമീകരിച്ചതിന് ശേഷമാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. അതിലും അത്ഭുതകരമായ കാര്യം, അവന് സ്വന്തം ഇഷ്ടങ്ങൾക്കനുസരണമായി ജീവിക്കുവാനും പ്രവർത്തിക്കുവാനും അവന് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കുവാനുള്ള സ്വാതന്ത്ര്യം ദൈവം അവന് നൽകി എന്നുള്ളതാണ്. ആ സ്വാതന്ത്ര്യം അവൻ്റെ എന്നത്തേക്കുമുള്ള നന്മയ്ക്കായിട്ടും എന്നത്തേക്കുമുള്ള നാശത്തിനായിട്ടും വിനിയോഗിക്കുവാൻ സാധിക്കുമായിരുന്നു. എന്നാൽ മനുഷ്യൻ തിരഞ്ഞെടുത്ത വഴി ഏറ്റവും വലിയ നാശത്തിനു വേണ്ടിയുള്ളതായിരുന്നു. കേവലം ഒരു പഴം പറിച്ചു തിന്നതല്ല ആദം ഹവ്വമാരുടെ പാപം എന്ന് പറയുന്നത്. ദൈവം ചെയ്യരുത് എന്ന് കൽപ്പിച്ചതായ കാര്യം അവർ ചെയ്ത് അനുസരണക്കേട് കാണിച്ചതാണ് പാപം എന്ന് വിവക്ഷിക്കുന്നത്. വാസ്തവത്തിൽ പിശാചിന്റെ പദ്ധതി എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ, നന്മ തിന്മകളെപ്പറ്റിയുള്ള അറിവിന്റെ വൃക്ഷത്തിന്റെ ഫലം അത് തിന്നരുത് എന്ന് ദൈവം കൽപ്പിച്ചിരുന്നു. എന്നാൽ പിശാചിന്റെ വാക്ക് കേട്ട് അവർ അത് കഴിച്ചു, ദൈവത്തോട് അനുസരണക്കേട് കാണിച്ചു. അങ്ങനെ അനുസരണക്കേട് കാണിച്ച ആദമിനും ഹൗവയ്ക്കും എന്നത്തേക്കും ജീവിച്ചിരിക്കുവാൻ സഹായിക്കുന്ന ജീവവൃക്ഷത്തിന്റെ ഫലം കൂടെ കൊടുത്ത് അവരെ പാപാവസ്ഥയിൽ എന്നേക്കും പാപികളായി തുടരുന്നതിന് വേണ്ടി ഒരുക്കുക, അതായിരുന്നു പിശാചിന്റെ ലക്ഷ്യം. എന്നാൽ അങ്ങനെ ജീവവൃക്ഷത്തിന്റെ ഫലം പറിച്ചു നിന്ന് എന്നേക്കും പാപാവസ്ഥയിൽ ജീവിക്കുന്നതിൽ നിന്ന് അവരെ തടയുന്നതിനാണ് ദൈവം ആദം ഹവ്വമാരെ ഏദൻ തോട്ടത്തിൽ നിന്ന് ഇറക്കിവിട്ടത് എന്ന് തിരുവെഴുത്ത് പറയുന്നു.
അങ്ങനെ ദൈവസന്നിധിയിൽ നിന്ന് അകറ്റിക്കളഞ്ഞ മനുഷ്യൻ പാപാവസ്ഥയിൽ മരിച്ചാൽ അവൻ നിത്യമായ നരകാഗ്നിയിലേക്ക് തള്ളപ്പെടും. എന്നാൽ അതിൽ നിന്ന് വിടുവിക്കുവാൻ ദൈവം ഒരുക്കിയ ഏക രക്ഷാമാർഗമാണ് കർത്താവായ യേശുക്രിസ്തു. അവിടുന്ന് ഈ താണലോകത്തിലേക്ക് ഇറങ്ങി വന്നു. സകല മനുഷ്യവർഗത്തിൻ്റെയും പാപത്തിന് പരിഹാരം വരുത്തുവാൻ കാൽവറി ക്രൂശിൽ യാഗമായി അർപ്പിക്കപ്പെട്ടു. അവിടുത്തെ പരിപാവനമായ രക്തം സകല മനുഷ്യർക്കും വേണ്ടി അവിടുന്ന് ഒഴുക്കിക്കൊടുത്തു. ആ കർത്താവായ യേശുക്രിസ്തുവിൽ ആര് വിശ്വസിക്കുന്നുവോ, ആ കർത്താവിനെ ആര് രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുന്നുവോ, അവർക്ക് പാപക്ഷമ ലഭിക്കുകയും ആദം ഹവ്വമാരെ ആദിയിൽ ദൈവം ഏത് നിലയിലാക്കിയിരുന്നുവോ ആ നിലയിലേക്ക് അവരെ മടക്കിക്കൊണ്ടുവരികയും ചെയ്യുന്ന അനുഗ്രഹത്തിൻ്റെ അനുഭവം നിത്യതയിൽ അവർക്ക് ലഭിക്കുന്നു. ഈ അനുഭവത്തിലേക്ക് വരുവാൻ ദൈവം താങ്കളെ സഹായിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ. സ്നേഹസ്വരൂപനാം ദൈവത്തിൻ സ്നേഹവാക്കുകൾക്ക് കാതോർക്കാം. മറക്കാതെ ശ്രവിക്കാം. സ്വർഗീയ നാഥൻ, ദ ഹെവൻലി വോയിസ്.